എൻ്റെ കാര്യത്തിലല്ല ഈ പയ്യെ പഴുക്കണ പരിപാടി എന്ന് പറയും. പക്ഷെ ഞാൻ എൻ്റെ ആഗ്രഹം എന്തായിരുന്നു, എനിക്ക് നായകനാവണമെന്നായിരുന്നു. ഈ നായകനായിട്ട് പടം വിജയിപ്പിക്കുക എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ എൻ്റെ അച്ചീവ്മെൻറ്റ്. ചില സിനിമകൾ മനസ്സിൽ കിടന്നും വളരുമല്ലോ, അങ്ങനെ വളർന്ന ഒരു സിനിമയാണ് വെടിക്കെട്ട്. ജീനിൽ എമ്പതി ഭയങ്കര കൂടുതൽ കിടക്കുന്ന ഒരാളാണ് ഞാൻ. അത് തന്നെയാണ് എൻ്റെ ഏറ്റവും ശാപവും, അത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹവും. ഇതിനെയാണ് നമ്മുടെ പഴയ കാർന്നന്മാർ കുരുത്തം എന്ന് പറയുന്ന സാധനം. എന്തായാലും പറയും, കുറ്റം പറയും, ലോകം പറയും. പക്ഷേ ഈ കുറ്റം പറയുന്ന ആളുകളുടെ വലിപ്പം കൂട്ടലേ നമുക്ക് ചെയ്യാനുള്ളൂ. ഡീപ് ഡൈവിൽ നിന്ന് നമ്മോടൊപ്പം നമ്മുടെ സ്വന്തം ബിബിൻ ജോർജ്. തിരക്കഥാകൃത്താണ്, നടനാണ്, പാട്ടുകാരനാണ്. ഇൻട്രോയിൽ എന്തൊക്കെ പറയാനുള്ളതല്ലേ? ബിബിനാന്ന് പറഞ്ഞാൽ മതി, അത്രേ ഉള്ളൂ. അതൊരു ഭയങ്കര സംഭവമല്ലേ? അതായത് നമ്മൾ ആഗ്രഹിച്ചൊരു സ്ഥലത്ത് നമ്മൾ എത്തിപ്പെടുക, അവിടെ നമ്മളുടെ പേര് കൊണ്ട് തന്നെ നമ്മുടെ മച്ചാനാണ് കേട്ടാ നാട്ടുകാർ പറയുന്ന ഒരു സീനിലേക്ക് എത്തുന്നതല്ലേ? ആഗ്രഹിച്ച രീതിയിലേക്ക് ഇനിയും ഒരുപാട് യാത്രയുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഇനിയുണ്ട് ഒരുപാട് പോകാൻ. നിങ്ങൾക്കത് തോന്നും ഇപ്പം, എനിക്കൊന്നും ഇതുവരെ അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ലാത്തൊരു കാര്യമാണ്. എനിക്ക് ഇനിയും ഇപ്പോഴും സ്ട്രഗ്ലിങ് ഫീൽ ചെയ്യുന്ന ആളാണ് ഞാൻ ഇപ്പോഴും. ഈവൻ ഇപ്പം നിങ്ങളുടെ ഇൻ്റർവ്യൂ എടുക്കാൻ ആ 3 നില കയറിയത് വരെ എൻ്റെ സ്ട്രഗിളിൽ പെട്ടതാ സിനിമയിൽ കയറുന്നതിൻ്റെ. ഞാൻ എപ്പോഴേ ബിബിൻ ബ്രോയിനെ എപ്പോഴും നമ്മൾ ഇതിനു മുമ്പ് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ എപ്പോഴും സംസാരിക്കുമ്പോൾ ആലോചിക്കുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ഒരാളാണ്. സിനിമയ്ക്കൊരു മായാവലയുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമുക്കറിയുകയും ചെയ്യാം. ഇതിലൊന്നും പെടരുത് എന്നൊരു വാശിയുണ്ട് ബ്രോയ്ക്ക്. അതെങ്ങനെയാണ്, ആ എക്സസൈസ് എങ്ങനെയാണ് നടക്കുന്നത്? പെടരുന്നല്ല ഭായി, അതായത് എൻ്റെ കാര്യത്തിലല്ല ഈ പയ്യെ പഴുക്കണ പരിപാടി എന്ന് പറയും. 10-11 കൊല്ലം ചാനലിൽ എഴുതിയതിന് ശേഷമാണ് എനിക്ക് അമരകബ്രന്തോണി ദൈവം തരുന്നത്. ആ 11 കൊല്ലം എന്ന് പറയുന്നതാണ് എൻ്റെ സഫറിങ് ടൈം. അപ്പം അന്ന് എനിക്ക് തോന്നുന്നു അമരകബ്രന്തോണി ചെയ്യുമ്പോൾ 26 വയസ്സ് അടുത്താണ്, 25-26 വയസ്സിൻ്റെ സമയമാണ്. അപ്പോൾ ആളുകൾ എന്താ വിചാരിച്ചേ, 26 ഒരു പയ്യന്മാർ പെട്ടെന്ന് സിനിമയിൽ വന്നു എന്നാണ് എല്ലാവരും വിചാരിച്ചത്. കാരണം ചെറുപ്പക്കാർ പിള്ളേർ വന്ന് ടെക്കെന്ന് പറഞ്ഞ സിനിമയിൽ അമരകബ്രന്തോണി. ഇതിനു മുമ്പുള്ള ഞാൻ വളരെ ചെറുപ്പത്തിൽ വന്നു എഴുതാൻ. കലാപൂരിൽ കയറിയ സമയത്ത് ഞാൻ കോമഡി കസിൻസിൽ എഴുതി തുടങ്ങിയിരുന്നു. അപ്പോൾ ആ ഒരു 11 കൊല്ലം അധികം ആളുകൾക്ക് വലിയ പിടുത്തമില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ബഡായി ബംഗ്ലാവ് ഇപ്പോഴാണ് ഒരു നടനായതിനു ശേഷമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇത്രയും വലിയ ഹിറ്റ് പരിപാടിയുടെ റൈറ്ററായിട്ട് നിന്ന ആളാണ്. വൺ ഓഫ് ദ റൈറ്റർ ആയിരുന്നു ഞാൻ ബഡായി ബംഗ്ലാവിന്റെ. അത്ര വലിയ ഹിറ്റ് പരിപാടി രസികരാജ. അതിൽ ഇപ്പൊ ഇഷ്ടംപോലെ പരിപാടിയാണ്, എന്നാലും പറയാലോ. ബഡായി ബംഗ്ലാവ് എഴുതിയത് ഞാനാണെന്നുള്ളത്, ഞാൻ ഇത്രയും കൊല്ലത്തിന് ശേഷം നടനായിട്ട് വരേണ്ടി വന്നു ആളുകൾക്കത് റെക്കഗ്നൈസ് ചെയ്യും. എനിക്ക് തോന്നുന്നത് ബിബിൻ ബ്രോ അങ്ങനെ പറഞ്ഞു നടന്നിട്ടും ഇല്ലെന്ന് തോന്നുന്നു. ഇല്ല, അങ്ങനെ അല്ല. ഇന്റർവ്യൂലൊക്കെ ചോദിക്കുമ്പോൾ അറിയാണ്ട് ഇങ്ങനെ പറഞ്ഞു പോകുന്നതല്ല. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിലുള്ള ഏറ്റവും വലിയ ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ പ്ലാനോ എൻ്റെ ലക്ഷ്യങ്ങളോ കുറച്ചും കൂടി പരിപാടികളുണ്ട്. അപ്പം അതിലേക്ക് ഉള്ള യാത്രയാണ്. അപ്പോൾ ഈ യാത്രയിൽ ഒരിക്കലും ഇങ്ങനെ ടക്കെന്ന് പറഞ്ഞിട്ടൊരു വിജയം തന്നിങ്ങനെ ഇനി അങ്ങനെ നടക്കാനുള്ളൊരു സംവിധാനം എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. അതായത് അമരകബ്രന്തോണി, കട്ടപ്രതിക് റോഷൻ, ഓക്കെ, അത് നമ്മുടെ തിരക്കഥയിൽ ദൈവം അനുകരിച്ച് തന്ന വലിയ വിജയങ്ങളാണ്. പക്ഷെ ഞാൻ എൻ്റെ ആഗ്രഹം എന്തായിരുന്നു, എനിക്ക് നായകനാവണമെന്നായിരുന്നു. ഈ നായകനായിട്ട് പടം വിജയിപ്പിക്കുക എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ എൻ്റെ അച്ചീവ്മെൻറ്റ്. ആ അച്ചീവ്മെൻറ്റിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബോംബ് കഥ ഇറങ്ങിയിട്ട് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. പിറ്റേ ദിവസം മാതൃഭൂമി പത്രത്തിൽ അടിച്ചു വന്നത് ഹാഫ് പേജിൽ. അന്ന് മറ്റേ റിവ്യൂവേഴ്സ് ഇല്ല, അന്ന് പത്രം തന്നെയാണ് മെയിൻ. അപ്പം അന്ന് അതിൽ വന്ന് പാഴായ ബോംബ് കഥ എന്നും പറഞ്ഞിട്ടാണ് ടൈറ്റിൽ എഴുതി വന്നത്. മനസ്സിലായി. അപ്പം അത്രയും ആ റിവ്യൂ ഭയങ്കരമായിട്ട് സ്പ്രെഡായിരുന്നു. അപ്പം അതുകൊണ്ട് പടം പൊളിഞ്ഞു എന്ന് വിചാരിച്ചിരുന്ന ദിവസങ്ങൾ 2-3 ദിവസങ്ങൾ അങ്ങനെ ഇരുന്ന് വിഷമിച്ചു, ഭയങ്കരമായിട്ട് ദണ്ഡിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് ഞാനും നമ്മുടെ പ്രയാഗയും അവളും കൂടി, അവൾ ആ കാര്യത്തിൽ ഞാൻ സമ്മതിച്ചു. കാരണം അന്നൊക്കെ ഞാൻ ഏറ്റവും താങ്ക്ഫുള്ളായിട്ട് ഓർക്കുന്ന ആളാണ് പ്രയാഗ. അവൾ അത്രയും സപ്പോർട്ട് ചെയ്തിട്ട് എൻ്റെ കൂടെ നിന്നു. ഞങ്ങളെല്ലാ കോളേജുകളിലും, ഇപ്പോൾ ഇന്നത്തെ കോളേജിൻ്റെ പരിപാടി, ഇന്നിപ്പോൾ കോളേജിൽ ആളുകൾ ഓരോരുത്തർ പോകുന്നുണ്ടല്ലോ പ്രൊമോഷൻ. ഇന്ന് ഇവരെല്ലാവരും നമ്മളെ കൂടെ ഇങ്ങനെ ഹായ് ഹായ് ചിരിച്ച് പാട്ടൊക്കെ പാടി നിന്നാലും ഇവരാരും പോയി സിനിമ കാണണമെന്ന് നിർബന്ധമില്ല. അന്ന് അങ്ങനെയല്ല. അന്ന് അവിടെ പരിപാടി ധരിപ്പിച്ച പിള്ളേരോട് പറഞ്ഞു, കാരണം പിള്ളേർക്ക് ഇത് പുതുമയാണ്, നമ്മൾ ചെല്ലുന്നതൊക്കെ. ഇപ്പം എല്ലാ ആഴ്ചയും ഇവർ കാണുന്നത്, എല്ലാ ആർട്ടിസ്റ്റുകളെയും കാണുന്നതുകൊണ്ട് അവർക്ക് ആ പുതുമ ഉണ്ടാവില്ലേ. ആ സ്ട്രഗിള് എടുത്ത് പടം പതുക്കെ കയറി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആള് പിന്നെയും കയറി അങ്ങനെ ഒരു പ്രോസസ്സില്ല. ഞാൻ ശരിക്കും പറഞ്ഞാൽ 50-ാം ദിവസം കഴിഞ്ഞില്ലേ, അപ്പോഴാണ് 50 ദിവസം കഴിഞ്ഞപ്പോൾ 50 ദിവസം കഴിഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ അപ്പോഴും എൻ്റെ ഉള്ളിൽ നിന്ന് ആദ്യം പൊട്ടിപ്പോകും എന്നുള്ളൊരു ഭയം വന്നായിരുന്നല്ലോ. ആ ഭയത്തിലായിരുന്നു എന്ന് വെച്ചാൽ. അപ്പം അത് ഞാൻ പറഞ്ഞു മനസ്സിലായി. അത് അങ്ങോട്ട്
സന്തോഷിക്കാൻ പറ്റിയില്ല. എല്ലാ സിനിമകളും അത് കഴിഞ്ഞ് 30 ദിവസം കഴിഞ്ഞപ്പോൾ വെള്ളപ്പൊക്കം വന്ന്, മാർഗംകളി വന്ന്, മാർഗംകളി തണ്ണിമത്തൻ്റെ കൂടെ ആയിരുന്നു. എന്നാൽ പോലും മാർഗംകളിക്ക് കുഴപ്പമില്ലാത്തൊരു അഭിപ്രായം ഉണ്ടായി, ഡീസൻ്റ് അഭിപ്രായം ഉണ്ടായി. അത് മുന്നോട്ട് പോയപ്പോൾ രണ്ടാമത്തെ വെള്ളപ്പൊക്കം. അപ്പോൾ ഇതിങ്ങനെ എപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്ന ഒരു പക്ക, നിങ്ങൾ പറയുന്ന പോലെ ഇപ്പോൾ കട്ടപ്രതിഘോഷത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. പടം റിലീസ് ചെയ്ത് ഉച്ച കഴിഞ്ഞ് വിഷ്ണുവിനെ എടുത്ത് എല്ലാവരും കൂടി പൊക്കിയത് എനിക്ക് ഓർമ്മയുണ്ട്. ആ പൊക്കൽ 126 ദിവസത്തോടെ താഴെ വെച്ച്, മനസ്സിലായ അങ്ങനെ. അപ്പോൾ ഇതൊന്നും നമുക്ക് വേറെ കിട്ടിയിട്ടൊന്നുമില്ല. ഞാൻ പക്ഷേ എനിക്കതിലൊരു പരാതിയില്ലൊന്നുമില്ല, കാരണം എൻ്റെ ദിനങ്ങൾ ഇനിയും വരാനുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പം ഞാൻ ഇതിൻ്റെ ഒപ്പം ഇങ്ങനെ, എനിക്ക് എല്ലാ കാര്യം അങ്ങനെയാണ് തിരിച്ചറിയൽ. അപ്പോൾ വിഷ്ണുവിൻ്റെ കൂടെ ഞാൻ അന്നൊക്കെ പരിപാടിക്ക് പോകുമ്പോൾ, കോളേജുകളിലൊക്കെ പോകുമ്പോൾ എന്നെ അറിയില്ലല്ലോ, ഞാൻ റൈറ്ററല്ലേ, എന്നെ ആരും തിരിച്ചറിയില്ല. അപ്പോൾ ഞാൻ ഒരു സെൽഫിക്ക് ഭയങ്കരമായിട്ട് കൊതിച്ചിട്ടുണ്ട്, വിഷ്ണുവിൻ്റെ അടുത്ത് എല്ലാവരും ഇങ്ങനെ വന്ന് എടുക്കണ കാണുമ്പോൾ. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ആരെങ്കിലും ഒരു സെൽഫി ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കാതെ ഇന്നവരെ എൻ്റെ ഓർമ്മയിൽ പോയിട്ടില്ല. നമ്മൾ ധൃതി പിടിച്ച് പോകുമ്പോൾ അല്ലെങ്കിൽ വേഗം കാറിലേക്ക് ഓർന്ന അവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേറെ സ്ഥലത്തൊക്കെ പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ പോകുമ്പോൾ കാണാതെ പോവായിരിക്കും. പക്ഷെ എനിക്ക് ഇന്നേരം ഒരു മടിയോ ഇതും തോന്നില്ല, കാരണം അവരാണല്ലോ ഉള്ളത്. ആ സെൽഫി എടുക്കാനുള്ള ആളുകൾ ഇഷ്ടം കൊണ്ടാണല്ലോ നമ്മളോട് വരുന്നത്. അവർക്ക് കൊടുക്കാണ്ട് പിന്നെ നമ്മൾ ഇനി സിനിമയിൽ എന്തായെന്ന് പറഞ്ഞിട്ട് എന്തായാലും, അതാണ് ബേസിക് തിയറി എൻ്റെ. അല്ല, ഈ ഇഷ്ടത്തിനും കൂടി വേണ്ടിയാണല്ലോ നമ്മൾ ഈ പണി മുഴുവൻ എടുത്തത്. അതാണ് എൻ്റെ കാര്യം. എനിക്കതിൽ മായാവലയത്തിലും ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞു, അത് പെട്ടെന്നുണ്ടായ ഒരു വിജയം അല്ല എനിക്ക്. എല്ലാ കാര്യത്തിലും സമയം എടുത്തിട്ടാണ് എനിക്കതെല്ലാം വന്നിരിക്കുന്നത്. ഇത് ഇനിയും എൻ്റെ സക്സസ്സുകൾ ഇനി വരാൻ പോകുന്നതും സമയം എടുത്തുകൊണ്ട് തന്നെ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നത്. നമ്മൾ തിരിച്ച് എഴുത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ, ബിബിൻ ബ്രോ എഴുതുന്ന ഓരോ സിനിമയിലെ ഡയലോഗിലും നമ്മൾ ഈ ട്രോളുകളിൽ ആഘോഷിക്കാനായിട്ടും അല്ലെങ്കിൽ ഈ ആഘോഷ സമയങ്ങളിൽ ഞാൻ വിഷ്ണു രണ്ടുപേരും കൂടി, നിങ്ങൾ രണ്ടുപേരും എഴുതുന്ന ഡയലോഗ്സിലാണെങ്കിലും നമുക്കിങ്ങനെ ആഘോഷിക്കാൻ പറ്റുന്ന കുറേ സംഗതികളുണ്ടാവും. അപ്പോൾ രതീഷ് അങ്ങനെ വന്നാണ് എന്ന് പറഞ്ഞ പോലെ ഇതൊക്കെ എങ്ങനെ വർക്കാവുന്ന, എങ്ങനെയാണ് നിങ്ങൾ രണ്ടുപേരുടെ ഒരു വിശ്വാസമൊന്നുമില്ല. അത് ഞങ്ങൾക്ക് ആദ്യം നമ്മൾ എഴുതുന്ന സാധനം നമുക്ക് ഇഷ്ടമാവുക എന്നുള്ളതാണല്ലോ ബേസിക്കലി. അപ്പോൾ നമ്മളത് എഴുതും, അത് നമുക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞാനും വിഷ്ണുവും വെക്കും. ചിലത് വർക്കാവും, ചിലത് വർക്കാവില്ല. ഇപ്പോൾ ചിത്രഗുപ്തൻ വർക്കായില്ല, രതീഷ് വർക്കായി, ഡിപ്പെൻസ്. അതിൽ ഞങ്ങൾക്ക് ചിത്രഗുപ്തൻ വർക്കാവാത്തതിൽ ഒരു സങ്കടവും ഇല്ല. ചിലർ നമ്മൾ വിമർശിക്കുമല്ലോ, അത് വർക്കായില്ല. ഇതിലേറ്റവും വലിയ കോമഡി എന്ന് പറയുമ്പോൾ, സിനിമേനെ വിമർശിക്കുന്നവർ മറ്റൊരു അവനവൻ്റെ ജീവിതത്തിലേക്ക് കൂടി നോക്കിയാൽ കറക്റ്റാ. ആർക്കും എല്ലാം വിജയിച്ച് ചെയ്യാൻ പറ്റില്ലല്ലോ. ചിലത് പൊളിയും, ചിലത് വിജയിക്കും. നമ്മൾ ബിസിനസ് തുടങ്ങും, ചിലത് പൊളിയും, ചിലത് അത്ര ഉള്ളത്. ഇത് വലിയ കാര്യമുള്ള കാര്യമൊന്നുമില്ല. ഞങ്ങൾ അത്ര എടുത്തിട്ടുള്ളത്. അടുത്ത തവണ ചിലപ്പോൾ വേറെ പുതിയ പടത്തിൽ പുതിയ വാക്ക് അത് ഹിറ്റാവും, ഒന്നും പറയാൻ പറ്റില്ല. അല്ല, ഈ പറഞ്ഞ ഒബ്സർവേഷനെ, ഈ കാതൽ യാനേ വരക്കിനരമോ, അതിൻ്റെ അകത്ത് മറ്റേ എന്താ പപ്പടമടി ഇരിപ്പുണ്ട് ഇല്ല എന്ന് പറഞ്ഞിട്ട് കടിച്ചു വയ്ക്കുന്ന സിനിമ, എനിക്ക് അതൊക്കെ പ്യുവർ ഒബ്സർവേഷനിൽ, അതാ മ്യൂസിക്കിൽ വിത്ത് കുറേ കാര്യങ്ങൾ നമ്മളാരും ചിന്തിക്കുന്നില്ലോ, നിങ്ങളല്ലേ ചിന്തിച്ചുള്ളൂ എന്നുള്ളതാണ് സംഭവം. അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ ഒരു സംസാര വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശുക്രൻ സിനിമയാണ്. അപ്പോൾ ഒരുപാട് താരങ്ങളുണ്ട് അതിൻ്റെ അകത്ത്. എന്താണ് ശുക്രൻ സിനിമ എന്ന് പറഞ്ഞ്? ശുക്രൻ സിനിമയിൽ പ്യുവറായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ബോംബ് കഥയും മാർഗംകളിക്കും ശേഷമായി ഞാൻ അഭിനയിച്ചതിൽ എനിക്കൊരു ഫുൾ ഫാമിലി എൻ്റർടൈനറായിട്ട് തോന്നുന്ന ഒരു സിനിമയാണ്. എൻ്റെ ക്യാരക്ടറാണെങ്കിലും അതെ, നന്ദു എന്നാണ് ക്യാരക്ടറിൻ്റെ പേര്. ഒരു ലോറി കിളിയൊക്കെയാണ്. അപ്പോൾ പുള്ളി ഭയങ്കര നിഷ്കളങ്കനായാണ്. പുള്ളിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പടത്തിൻ്റെ ബേസിക് പ്ലോട്ട് തന്നെ അതാണ്. അതായത് നമുക്ക് എല്ലാവർക്കും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടാവും, വേറെ ആരെന്ത് കുറ്റം ചെയ്താലും അതൊക്കെ നമ്മുടെ തലയിലാവും. അതാണ് കൺസെപ്റ്റ്. അങ്ങനത്തെ ഒരു നക്ഷത്രമുള്ള ആളാണ് നന്ദു. അതാണ് കഥ. മനസ്സിലായില്ലേ? ഇപ്പൊ അശോകൻ ചേട്ടൻ അതിലൊരു ഡയലോഗ് പറയുന്നുണ്ട്, അത് പടത്തിലാണ്, എന്നാലും ഞാൻ പറയാം. അതായത് പറയുന്നുണ്ട്, ഈ നക്ഷത്രക്കാരൻ ഇപ്പോൾ പെൻറ്റഗൺ അമേരിക്കയിൽ തകർന്നല്ലോ, ആ സമയത്ത് ഇവൻ അമേരിക്കയിൽ ഉണ്ടായിരുന്നെങ്കിൽ അതും ഇവന്റെ തലയിലായേനെ. ആ തകർന്ന് പണി പാളിയനെ വില്ലാതനായിരിക്കില്ല, ഇവനായിരിക്കും എങ്ങനെയെങ്കിലും കറങ്ങി തിരിഞ്ഞ് ഇവന്റെ തലയിൽ വരും. ഇതാണ് അതിൻ്റെ ഐറ്റം. അത് വെച്ചിട്ടാണ് കഥ മുന്നോട്ട് പോകുന്നത്. അടിപൊളി. നമ്മളെന്തല്ലേ ബിബിൻ ബ്രോയിനെ എപ്പോഴും കാണുമ്പോൾ നമ്മളൊരു പാട്ടും പ്രതീക്ഷിക്കും. എനിക്ക് തോന്നുന്നത് ബിൻ ബ്രോയുടെ ഏറ്റവും ഹിറ്റുകളിൽ ഒന്നാണ് ആടണ കണ്ടാലും. അത് ഒരു 4 വരി നമുക്ക് വേണ്ടി പാടിയില്ലെങ്കിൽ ഉണ്ടല്ല മിക്കവാറും ബഹളവും. അത് പാടിയേക്കാം നമുക്ക്. പാടാ പിന്നെ. റെഡി? ആടണ കണ്ടാലും പാടണ കണ്ടാലും കാണാനഴകുള്ള വെണ്ണിവള, കാണുന്നവരെല്ലാരും കണ്ണു വെച്ചിടും കരി നീല കണ്ണുകളുള്ളവൾ, നല്ല കട്ടിച്ചുവപ്പുള്ള ചുണ്ടുകള. ആടണ കണ്ടാലും പാടണ കണ്ടാലും കാണാനഴകുള്ള വെണ്ണിവള,
കാണുന്നോരെല്ലാരും കണ്ണു വെച്ചിടും കരി നീല കണ്ണുകളുള്ളവൾ, നല്ല കട്ടിച്ചുവപ്പുള്ള ചുണ്ടുകള, കണ്ടൊരാ നാൾ മുതൽ കൺമണി നീ എൻ്റെ നെഞ്ചിലായി കേറിയില്ലേ, കണ്ടൊരാ നാൾ മുതൽ കൺമണി നീ എൻ്റെ നെഞ്ചിലായി കേറിയില്ലേ, കാണും കിനാവില എന്നും വിരിയുമെൻ വെൺമേഘപ്പൂക്കളല്ലേ, പെണ്ണെ നീ എൻ്റെ സ്വന്തമല്ലേ, ആടണ കണ്ടാലും ആടണ കണ്ടാലും വാടണ കണ്ട കാണാനഴകുള്ള വെണ്മകള, കാണുന്നവരെല്ലാരും കണ്ണു വെച്ചിടും കരി നീല കണ്ണുകളുള്ളവൾ, നല്ല കട്ടിച്ചുവപ്പുള്ള ചുണ്ടുകള. ഈ പാട്ട് എല്ലാ വരിയും എഴുതിയിരിക്കുന്നത് ആ പടത്തിൽ തന്നെ, ബാക്കി പാട്ടൊക്കെ എഴുതിയിട്ട് ഷിബു പുലർക്കാഴ്ച എന്ന് പറഞ്ഞ പുള്ളിയാണ്. ഇതിലല്ല, പക്ഷെ ഒരു പോർഷൻ മാത്രം ഞാൻ എഴുതിയിട്ടുണ്ട്. അതേതാണ്? എൻ തിലകക്കുറി നിൻ തിരുനെറ്റിയിൽ സിന്ദൂരമായി പടരും, എൻ തിലകക്കുറി നിൻ തിരുനെറ്റിയിൽ സിന്ദൂരമായി പടരും, ചൂടുള്ള ചുംബനം ചുണ്ടിലായി കിട്ടുന്ന നാളുകൾ എന്നു വരും, ആരാവുകൾ എന്നുണരും. അത് ഞാൻ എഴുതി. അത് സ്വന്തം എന്റെ ഒരു സ്റ്റൈലും കൂടി ഇല്ലേ? അതായത് ബിപിൻ ബ്രോയിനെ എപ്പോഴും കാണുമ്പോൾ ഒരു സിന്ദൂരം അല്ലേ? ഞാനത് മഹാരാജസിൽ വെച്ചിട്ട് ഉണ്ടാക്കിയ ഒരു എൻ്റെ ഉള്ളിലുള്ള ഒരു കൺസെപ്റ്റ് ആയിരുന്നു. നമ്മുടെ കുങ്കുമം ഒരിക്കണം നമ്മുടെ വൈഫിന്റെ സിന്ദൂരം എന്ന് പറഞ്ഞിട്ടൊരു നമ്മുടെ ഉള്ളിലൊരു കൺസെപ്റ്റ് ഉണ്ടാവല്ലോ, ഒരു എന്താ പറഞ്ഞ പൈങ്കിളി കാമുകന്റെ കൺസെപ്റ്റ്. അതാണ് ആ സാധനമാണ് ഇങ്ങോട്ട് ഇട്ടത്. നമ്മളെന്തായാലും ഇപ്പോൾ ഈ വെടിക്കെട്ടിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ കുറച്ച് മുമ്പ് ബ്രോ ഇങ്ങനെ കയറി വന്നപ്പോൾ പറയണ്ടായിരുന്നു, ഇപ്പോഴും വെടിക്കെട്ടിന്റെ ആ ഒരു ഫസ്റ്റ് പ്രിവ്യൂ കഴിഞ്ഞിട്ട് ആളുകൾ പുറത്തുനിന്ന്, അത് ബ്രോയും വിഷ്ണു ബ്രോയും പിന്നെ ആ സിനിമയിലുള്ള മറ്റു ക്രൂ മെമ്പേഴ്സും സിനിമ കണ്ട ആൾക്കാരൊക്കെ ഒന്നടങ്കം കരയുന്ന ചില റീലുകൾ ഉണ്ടായിരുന്നു. ആ റീൽ ഇപ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എനിക്ക് തോന്നുന്നത് വെടിക്കെട്ട് ഇപ്പോഴും ട്രെൻഡാണ്. വെടിക്കെട്ട് സത്യത്തിൽ സാമ്പത്തിക വിജയം നേടിയ പടമല്ല അന്നുണ്ടായ ഇഷ്യൂ ഒക്കെ നിങ്ങൾക്ക് അറിയാം. ഇപ്പോൾ പക്ഷെ സാധാരണ ആളുകളുടെ ഇടയിൽ അത് ചില സിനിമകൾ മനസ്സിൽ കിടന്നും വളരുമല്ലോ, അങ്ങനെ വളർന്ന ഒരു സിനിമയാണ് വെടിക്കെട്ട്. അത് യഥാർത്ഥ പ്രേക്ഷകരുണ്ട് അതിൻ്റെ. ഞങ്ങളുടെ ഒരു ഓഡിയൻസ് സാധാരണ എനിക്ക് വിഷ്ണുവിന് അങ്ങനെ പ്രത്യേകിച്ച് പ്രേക്ഷകരില്ലാത്ത ആളാണ്, എല്ലാവർക്കും പറ്റുന്നത്. ഇത് പക്ഷേ ഇത്തിരി ഫാമിലി ഓഡിയൻസാണ്. കാരണം എന്ന് പറയുമ്പോൾ ഈ ജാതിയുടെ കുറച്ച് പരിപാടികൾ ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മുടെ പുതിയ തലമുറയ്ക്ക് ചിലപ്പോൾ അത് കണക്റ്റ് ആയിട്ടുണ്ടാവില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു 25-ന് മുകളിലുള്ളവർക്കാണ് ഈ സിനിമ വർക്ക് സത്യത്തിൽ അത് കറക്റ്റ്. കാരണം അവരാണ് കൂടുതൽ ഇതിനെക്കുറിച്ച് കണ്ടു വളർന്നിരിക്കുന്നത്. നമ്മളിപ്പോഴേ ഇപ്പോൾ വെടിക്കെട്ടിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങിയപ്പോൾ നമ്മൾ അല്ലെങ്കിൽ പറഞ്ഞ അതിൻ്റെ കൂടെ തന്നെ പോകാം. നമ്മൾ ചിരിക്കുന്ന സിനിമകൾ, നിങ്ങൾ രണ്ടുപേരുടെയും നമ്മളിരുത്തി കുടുകൂടെ ചിരിപ്പിച്ചിരിക്കുന്ന സിനിമകളുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ കരയിപ്പിച്ച സിനിമ വെടിക്കെട്ട്, കരഞ്ഞ നമ്മൾ നന്നായിട്ട് കരഞ്ഞ സിനിമയാണ് അതിൻ്റെ ക്ലൈമാക്സ്. അപ്പോൾ പുതിയൊരു പ്രോജക്റ്റ് വരുന്നു എന്ന് ഞാൻ എന്തൊക്കെയോ കേൾക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് വെളിപ്പെടുത്താൻ ഞങ്ങളെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഷാഫി സാറിന് വേണ്ടിയിട്ടായിരുന്നു അത് എഴുതി വെച്ചത്. ഷാഫി സാറാണ് ഡയറക്റ്റ് ചെയ്യാനായിരുന്നു വെച്ചത്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഓരോ ആർട്ടിസ്റ്റുകളുടെ അടുത്ത് പോകുന്നു, അതിങ്ങനെ മാറി ഷാഫി സാറും പോയി. അപ്പോൾ അങ്ങനെ സ്റ്റക്കായതാണ് സത്യത്തിൽ. ഇനി വീണ്ടും ഈ കൊല്ലം എന്തായാലും ഞങ്ങളത് ഓപ്പണാക്കി ഒരാളിലേക്ക് എത്തിക്കണം എന്ന് തന്നെയാണ് വിചാരിച്ചിരിക്കുന്നത്. ഞങ്ങളുടെ കുറേ ഗ്യാപ്പായില്ലേ, 2 കൊല്ലമായി അല്ലേ വെടിക്കെട്ട് ഇറങ്ങിയിട്ട് 2 കൊല്ലമാണ്. എനിക്കൊന്ന് ഇതിനെക്കുറിച്ചൊരു 4 മാസം മുമ്പ് എവിടെയോ സൂചിപ്പിച്ചിട്ടുണ്ട്, ഇങ്ങനെ സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റ് റെഡിയാണ്. അതൊരു ഫുൾ A to Z കോമഡി പടം, ഫുൾ ഫണ്ണായിട്ടൊരു പടം. ഇനി സീരിയസ് ഒന്നുമില്ല. നമ്മുടെ വിഷ്ണു ബിബിന്റെ ആ ഒരു ഞങ്ങളുടെ കോർ എന്താണെന്ന് ഞങ്ങൾ വീണ്ടും തെളിയിക്കുന്നു. അടിപൊളി. വീട്ടുകാർ പഠിക്കാൻ പറഞ്ഞ കാലത്ത് അന്തസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെറിയൊരു വാക്കായി പോവും. അധികാര്യമായിട്ട് പഠിച്ച ഒരാളാണ് ബിബിൻ ബ്രോ. അതായത് എന്താ പറയുക, ടീച്ചിങ്ങിലോട്ട് പോയി പഠിപ്പിച്ചു. അതിനിടയ്ക്ക് ഞാൻ കേട്ടിട്ടുണ്ട് ഈ ഭക്ഷണത്തിന്റെ പ്രേമം ആ സമയത്തൊക്കെയാണ് സംഭവിക്കുന്നത്. ഷവർമ്മയുടെ ഒരു പ്രണയമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ പഴയ കഥകൾ, അതൊക്കെ വിട്ടേക്കും. പക്ഷെ എന്നാലും ഞാൻ ചോദിക്കുന്ന, കലാഭവൻ തന്നൊരു കോൺഫിഡൻസ് ഉണ്ട്, നടനായിട്ട് ജീവിക്കാം, എഴുത്തുകാരനായിട്ട് ജീവിക്കാം എന്നൊക്കെ പറയുന്നത്. അല്ലെങ്കിൽ കലാഭവനിൽ മിമിക്രി പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ കലാഭവനെ കുറിച്ച് പറയും. കലാഭവൻ എങ്ങനെയാണ് ജീവിതത്തിൽ ഇത്രയും സ്വാധീനം? കലാഭവനിലെ ആദ്യത്തെ സ്വാധീനം എന്ന് പറയുന്നത് ഫസ്റ്റ് കൂട്ടുകാർ. ആദ്യത്തെ ആ കൂട്ടുകാരൻ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ബലം. അഴകൻ, രവി, ഷിജൻ, മാഹി എന്നൊക്കെ പറയുന്ന ഞങ്ങളുടെ കലാബ്രദേഴ്സ് എന്ന് പറയുന്ന ഒരു ട്രൂപ്പിലാണ് ഞാൻ ആദ്യമായിട്ടൊരു ട്രൂപ്പിൽ ചേർക്കുന്ന അവനാണ് അഴകൻ എന്ന് പറഞ്ഞ എൻ്റെ പ്രിയ സുഹൃത്ത്. ഇപ്പോഴും ഉണ്ട്. ഞങ്ങൾ കഴിഞ്ഞ ശനിയാഴ്ച കൂടി ഞങ്ങൾ ഒരുമിച്ച് ചോറ്റാനിക്കര അമ്പലത്തിലൊക്കെ പോയുള്ളൂ. ഇപ്പോഴും അങ്ങനെ തന്നെ ശക്തമായിട്ടുണ്ട് ആ കൂട്ടുകെട്ട്. അതാണ് ആദ്യത്തെ ഇത്. ഇവരാണ് എന്നിൽ എഴുതാനുള്ള കഴിവുണ്ടെന്ന്
തെളിയിച്ചത്. എനിക്ക് ഞാൻ ആ 15 വയസ്സ്, അതായത് SLC എഴുതിയിട്ടാണ് ഞാൻ പോകുന്നത്. എനിക്ക് കറക്റ്റ് 15 വയസ്സാണ് കലാവല്ലി ചേരുമ്പോൾ. അപ്പോൾ ഇവർ മാറി നിന്നിട്ട് ഞങ്ങൾ മധുസാറ് പഠിപ്പിക്കും, കലാവല്ല മധുസാറ് ഞങ്ങൾ പഠിപ്പിക്കും, ബെന്നി സാറ് പഠിപ്പിക്കും. അപ്പോൾ ഞങ്ങൾ മാറി നിന്നിട്ട് ഞങ്ങളായിട്ടൊരു സ്കിറ്റ് ഉണ്ടാകും. അപ്പോൾ ഞാൻ ഈ 4 പേര് 5 പേരെ ഇങ്ങനെ ഇരുത്തിയിട്ട് ഞാൻ പറയുമല്ലോ ഇങ്ങനെ, നീ പോസ്റ്റ് വന്നിന് ഇത് സ്പോട്ടിൽ വന്നതാണ്, നമുക്ക് അപ്പം തലേ കത്തണതാണ്. ആ കത്തണത് അവിടെ സ്റ്റേജിൽ സ്കിറ്റ് കളിച്ചപ്പോൾ വർക്കായി. അപ്പം ആ തമാശകൾ എഴുതാനുള്ള സ്കില്ലുണ്ടെന്ന് പതുക്കെ ഓരോ ആഴ്ച കഴിയുമ്പോഴും ഞാൻ തിരിച്ചറിഞ്ഞു തുടങ്ങി. കാരണം ഇത് ഞാൻ അപ്പം ഉണ്ടാക്കുന്ന സാധനം അപ്പം ചെയ്യുന്നു, പിള്ളേർ ചിരിച്ച് കൈയടിക്കുന്നു. അപ്പം മധുസാർ എന്നോട് പറഞ്ഞു, എടാ നീ ഇത് പേപ്പറിലാക്കാൻ പറഞ്ഞു. അങ്ങനെ പുള്ളിയാണ് എനിക്ക് സ്ക്രിപ്റ്റിൻ്റെ പാറ്റേണൊക്കെ പറഞ്ഞു തരുന്നത്. അങ്ങനെ ഞാൻ സ്ക്രിപ്റ്റ് എഴുത്തുകാരനാവുന്നത്. സ്ക്രിപ്റ്റ് എഴുത്താണ് എൻ്റെ നടൻ എന്നുള്ള രീതിയിലുള്ള ബ്രിഡ്ജ്. അപ്പോൾ കലാഭവനാണ് എല്ലാം ഇപ്പോഴും. പിന്നെ കലാഭവനിൽ ട്രൂപ്പിൽ അവിടെ പഠിപ്പിക്കുക എന്ന് പറയുന്നത് വലിയൊരു പ്രൗഡായിട്ടുള്ള കാര്യമാണ്. അവിടുത്തെ B ടീമിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് ട്രൂപ്പിൽ. ശരിക്കും എൻ്റെ പേര് കലാഭവൻ ബിബിൻ എന്ന് വെക്കാം ആക്ച്വലി. പണ്ട് അതായിരുന്നു ആഗ്രഹിച്ചിരുന്നത്. പിന്നെ എനിക്ക് എപ്പോഴും അത് തോന്നി, വേണ്ട ബിബിൻ ജോർജ് തന്നെ മതിയെന്ന്. അങ്ങനെ ഇട്ട് ബിബിൻ ജോർജ് ഇട്ടതാ. ബ്രോ പഠിപ്പിച്ചിട്ടുള്ള മിമിക്രി പഠിപ്പിച്ചിട്ടുള്ള എൻ്റെ ഒരു ഫ്രണ്ട്, അപ്പൊ അവൻ ഒരിക്കലും ബിബിൻ ചേട്ടനോ ബിബിൻ ബ്രോ എന്ന് പറയില്ല, അവന് ബിബിൻ സാറാണ്. അപ്പൊ അവനൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്, നമ്മളിപ്പോ ഇന്റർവ്യൂവിലും നമ്മൾ സിനിമയിലും കാണുന്ന ഒരു ബിബിൻ ജോർജ് ഫണ്ണാണല്ലോ, ഇവിടെ ഇതിന് ഭയങ്കര കുറെ സാധനം ഉണ്ടാ പുള്ളിയുടെ കയ്യില് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ശരിക്കും കലാഭവനിൽ വരുമ്പോൾ കിട്ടുന്ന ഇതൊക്കെ കൊണ്ടായിരിക്കുമല്ലോ, ഈ ഫാക്ടേഴ്സ് എല്ലാം അടങ്ങുന്നതുകൊണ്ടായിരിക്കും കലാഭവനിലേക്ക് വരുമ്പോഴത്തേക്കും ഇത്രയും ഒരു എന്താ പറയുക. അതെ എല്ലാ ഏരിയയിലും ദൈവാനുഗ്രഹിച്ചിട്ടേ. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഒരു മഹാരാജാസ് എന്നെ സഹായിച്ചിട്ടുണ്ട്. നമ്മുടെ ഒരു വ്യക്തിത്വം രൂപപ്പെടുത്താനേ. ഒരു ഗ്യാങ്സ്റ്റർ ആണെന്നൊക്കെ എനിക്ക് അന്നാ മനസ്സിലാവുന്നത്. ഗ്യാങ്സ്റ്റർ മീൻസ് ഞാൻ മറ്റേ ഇടി ഉണ്ടാക്കുന്ന ആളെന്നല്ല, നമ്മളവിടെ നിന്ന് കഴിഞ്ഞാൽ ഒരു 4-5 പേരെ കൂട്ടാൻ പറ്റുന്ന അവസ്ഥ ഉണ്ടെന്ന് പറയില്ലേ, അങ്ങനെ അത് എനിക്ക് മഹാരാജാസാണ് തന്നത്. അപ്പം നമ്മൾ പഠിച്ച BEd കോളേജ് ബ്രിണ്ടൻ കോളേജിലാണ് പഠിച്ചത്, സെൻറ്റ് ആൽബർട്ട്സിൽ പഠിച്ചത്. അതായത് എല്ലാ നല്ല സ്ഥലത്തൊക്കെ പഠിക്കുക എന്ന് പറഞ്ഞാൽ അതിനുള്ള ഭാഗ്യം കിട്ടിയ ആളാണ് ഞാൻ. അത് കലാഭവൻ ഇതൊക്കെ കൂടി ഒരു മിക്സ്ഡ് സാധനം വന്നില്ലേ ബ്രോ. ഇതെല്ലാം കൊണ്ടായിരിക്കും ബ്രോ ആദ്യം പറഞ്ഞ മായയിൽ പെടാത്തതിൻ്റെ ഒരു റീസൺ ഇതൊക്കെ ആയിരിക്കും. കാരണം ഇതെല്ലാം കാഴ്ചകളല്ലേ, നമ്മുടെ ഉള്ളിലേക്ക് പെട്ടെന്നുണ്ടായ കാര്യങ്ങളല്ലല്ലോ. അപ്പം പിന്നെ ബേസിക്കലി ഈ ജീനിൽ എമ്പതി ഭയങ്കര കൂടുതൽ കിടക്കുന്ന ഒരാളാണ് ഞാൻ. അത് തന്നെയാണ് എൻ്റെ ഏറ്റവും ശാപവും, അത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹവും. ശാപം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഇനിയിപ്പോൾ ബ്രോ എന്നോട് 2 ദിവസം സംസാരിച്ച് കഴിഞ്ഞാൽ ബ്രോയുടെ കൊച്ചിന് ഇപ്പം എന്തെങ്കിലും പാടില്ലെന്ന് പറഞ്ഞാൽ എനിക്ക് വിഷമം, അത് പ്രശ്നമാണ്. അങ്ങനെ പാടില്ല. അതായത് അറ്റാച്ച്മെൻ്റാണ് പെയിനിനുള്ള കാരണം എന്ന് പറയില്ലേ, അറിയാണ്ട് നമ്മൾ ആ എമ്പതിയിലേക്കാവും. ഇനിയിപ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞ് അത് ബ്രോ ചിലപ്പോൾ വിഷമിപ്പിച്ചിട്ടേ എടുത്തിട്ടുണ്ടാവില്ല കേട്ടോ. പക്ഷെ ആ പറഞ്ഞു പോയതിനോർത്ത് ഞാൻ വൈകുന്നേരം ആ പുള്ളി എന്ത് വിചാരിച്ചിട്ടുണ്ടാവും പറഞ്ഞ് വേദനിച്ച് ഞാൻ ചാവും. അത് കൊള്ളത്തില്ല. എന്നാൽ എമ്പതി എവിടെയാണ് നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ പോലെ മറ്റുള്ളവരോട് നന്നിട്ട് പെരുമാറാൻ എമ്പതി കൊണ്ട് പറ്റും. 2 അഭിനയിക്കാൻ എമ്പതി ഭയങ്കരമായിട്ട് സഹായിക്കും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല ഇത് ശരിയായ തിയറിയാണോന്നൊന്നും. നമ്മളിപ്പോൾ ഇപ്പം നന്ദു ശുക്രല്ല നന്ദുവിന് തന്നെ ഒരു ക്യാരക്ടറിൽ നന്ദു അനുഭവിക്കുന്ന ഒരു വിഷമം, ആ വിഷമം എന്നോട് പറയുമ്പോൾ എനിക്കത് ഞാൻ നന്ദു അനുഭവിക്കുന്നതെന്ന് പറഞ്ഞ് ഓർത്താൽ തന്നെ എൻ്റെ മുഖത്ത് ആ റിയാക്ഷനൊക്കെ വന്ന് പൊക്കോളും. വെറുതെ ഇങ്ങനെ അതിന് വേണ്ടിയിട്ടിങ്ങനെ ഞാൻ അഭിനയിക്കണ്ട, ആലോചിക്കുമ്പോൾ തന്നെ മുഖത്ത് വരും. അത് ഈ നമ്മുടെ ബംബ്രശ്ശേരിയിലിരിക്കുമ്പോഴേ ഞാനിങ്ങനെ ഇങ്ങനെ ഇരിക്കുകയായിരിക്കും, ഇങ്ങനെ സ്കിറ്റ് കാണുന്നതായിരിക്കും. പെട്ടെന്ന് എൻ്റെ തലയിൽ കൂടി എന്തെങ്കിലും ഇപ്പോൾ ഒരു വൈകുന്നേരം ഇന്ന ആളെ വിളിച്ച് അയ്യോ അയാൾ എന്നെ അത് കൊടുത്തില്ലെങ്കിൽ പ്രശ്നം നോക്കുമല്ലോ എന്ന് പറഞ്ഞ ചിന്ത വന്നതല്ലേ. അപ്പം ഞാൻ ഇങ്ങനെ തന്നെ ഇരിക്കുകയെന്ന് വിചാരിച്ചു. അപ്പം ക്യാമറയിൽ നിന്ന് അവിടെ നിന്ന് വിളിച്ച് പറയും, ബിബി മുഖം മാറുന്നുണ്ട് എന്ന്. അപ്പം ഞാൻ ഇങ്ങനെയാവും തിരികെ വരും. ആ വെറുതെ ഒരു തോട്ട് പ്രോസസ് പോകുമ്പോൾ മുഖം മാറുമെന്ന്. ഇത് ഉള്ളിൽ വെച്ചിട്ട് ചിരിച്ച് അത് പിടിക്കാൻ പറ്റില്ല, അത് പെട്ടെന്ന് ആളുകൾ പിടിക്കും തന്നെ. അതേപോലെ തന്നെ ബ്രോയുടെ വേറൊരു നല്ല സ്വഭാവം എന്ന് തന്നെ പറഞ്ഞിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് ഭയങ്കര കാര്യമായിട്ടുള്ളവരാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ബ്രോ വീട്ടുകാരുടെ അടുത്ത് സംസാരിക്കുന്ന, ഇപ്പം നമ്മൾ പലപ്പോഴും ഇപ്പോൾ ബ്രോയ്ക്ക് ഫോൺ വരും, ഇപ്പം അമ്മച്ചിയാണെങ്കിലും വൈഫാണെങ്കിലും ഒക്കെ ഫോൺ ചെയ്യുമ്പോഴാണെങ്കിൽ പോലും എത്ര തിരക്കാണെങ്കിലും ബ്രോ കോൾ എടുക്കുകയും ബ്രോ സംസാരിക്കുകയും കേൾക്കുമ്പോഴും നമുക്കൊരു സൗമ്യത നമുക്കെപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. മാത്രമല്ല ഈ പറഞ്ഞ പോലെ ഒരു നന്ദി പറച്ചിലുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവമൊക്കെ അത്. പക്ഷെ വീട്ടുകാരോട് ഞാൻ ഭയങ്കര പ്രശ്നക്കാരനാണ് ഞാൻ.
ഞാൻ കേട്ടിട്ടില്ല കേട്ടോ. പ്രശ്നക്കാരെന്ന് വെച്ചാൽ അങ്ങനെയല്ല. ഇപ്പം നമ്മളാണുങ്ങള് പൊതുവെ സമൂഹത്തോടും നമ്മുടെ കൂടെയുള്ള ആളുകളോടും എല്ലാവരോടും നമ്മൾ ജോലി തിരക്കി എല്ലാ ടെൻഷൻ്റെ ഇടയിൽ നമ്മൾ അവരോടൊക്കെ പരമാവധി നല്ല രീതിയിൽ പെരുമാറിയിട്ട് കുറച്ച് സ്ട്രെസ്സും കൊണ്ടൊക്കെ ആയിരിക്കും നമ്മൾ വീട്ടിൽ ചെല്ലുന്നത്. അപ്പോൾ അവരോട് നമ്മൾ അറിയാണ്ട്, കാരണം അവർ നമ്മുടെ സ്വന്തം അല്ലേ എന്നുള്ള ഈ വീട്ടിലും കൂടി നമ്മളത് കാണിച്ച് നമ്മൾ എവിടെ പിന്നെ ഇത് എവിടെയെങ്കിലും തീർക്കണ്ടേ, എവിടെയെങ്കിലും ഒന്ന് ഇറക്കി വെക്കണ്ടേ അവർക്ക്. അപ്പോൾ അമ്മച്ചിക്കൊക്കെ അറിയാം, വൈഫിൻ്റെ കേസല്ലട്ടോ ഞാൻ പറഞ്ഞത്, അമ്മച്ചിയുടെ അടുത്തായിരിക്കും ഞാൻ കൂടുതൽ ഇങ്ങനെ പെട്ടെന്ന് പൊട്ടിത്തെറിക്കണം. ദേഷ്യം ഒരു സങ്കടമൊക്കെ കാണിക്കണമെങ്കിൽ അമ്മച്ചിയുടെ അടുത്താ എന്തെങ്കിലും അത് പുറത്തു വന്നു പോകുന്നു. എന്നാൽ നേരത്തെ ഞാൻ ഭയങ്കര ഷോർട്ട് ടെമ്പേർഡായിരുന്നു. നിങ്ങൾ പറഞ്ഞു വിശ്വസിക്കൂല. ഞാനതൊരു കുറച്ച് നാളായുള്ളൂ ഇങ്ങനെ കുറച്ചും കൂടി സംയമനത്തിലേക്ക് വന്നിട്ട്. കൂട്ടുകാരുടെ ഇടയിൽ ഞാൻ ഭയങ്കര ഷോർട്ട് ടെമ്പേർഡ്, ഭയങ്കര ദേഷ്യം. എൻ്റെ ഫേമസ് ആയിരുന്നു ദേഷ്യം. കൂട്ടുകാരുടെ ഇടയിൽ അവൻ പല്ല് കടിച്ച പണിയാട്ടാന്ന് പറയും കൂട്ടുകാർ. അപ്പോൾ ഈ ഗ്രാറ്റിറ്റ്യൂഡ് ഇപ്പോഴാണ്, ഇന്നത്തെ കാലത്താണ് ഈ മാനിഫെസ്റ്റേഷൻ്റെ ഭാഗമായിട്ടൊക്കെ ഗ്രാറ്റിറ്റ്യൂഡൊക്കെ ഇത്രയും വലിയ സംഭവമാണെന്ന് നമുക്ക് പണ്ട് തുടങ്ങിയുള്ള കാര്യം. അത് ഇപ്പം ഈ റീലിലൊക്കെ പറഞ്ഞിട്ടില്ലേ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതി വെക്കണം മറ്റുള്ളത്. ഇത് ഓൾറെഡി ഉള്ള. അപ്പം ഞാൻ വിചാരിക്കണം അപ്പം ഇതൊക്കെ കൊണ്ടായിരുന്നു നമുക്ക് ദൈവം ഓരോ കാര്യങ്ങൾ തന്നുകൊണ്ടിരുന്നതെന്ന്. കാരണന്മാരുടെ വലിയൊരു കാര്യമില്ല. നിങ്ങൾ ആലോചിക്കുക, നമ്മൾ ഇപ്പം ഈ രഹസ്യം എന്ന് പറഞ്ഞ സീക്രട്ട് എന്നുള്ള ബുക്കിലും അല്ലാതെയും മാനിഫെസ്റ്റേഷൻ്റെ ബുക്കുകളിലെല്ലാം ഈ സീക്രട്ടിലൊക്കെ എഴുതി വെച്ചാൽ ഗ്രാറ്റിറ്റ്യൂഡിന് ഭയങ്കര പ്രാധാന്യം ഉണ്ടല്ലോ. ഇതിനെയാണ് നമ്മുടെ പഴയ കാരണന്മാർ കുരുത്തം എന്ന് പറയുന്ന സാധനം അല്ലേ. സത്യം. അവന് കുരുത്തമില്ല എന്ന് പറഞ്ഞാൽ അവൻ മറ്റുള്ളവരെ ബഹുമാനിക്കുന്നില്ല, അവനൊരു നന്ദിയില്ല, അങ്ങനെയുള്ളവരെയുള്ള കുരുത്തമില്ലാത്തവരെന്ന് പറയണത് സ്മരണയില്ലാത്തവനാന്ന് പറയും. അതാണ് കാരണന്മാർ പണ്ട് ഇവരുടെയൊക്കെ തിയറിയൊക്കെ ഉണ്ടാവുന്നതിന് മുമ്പ്. നമ്മുടെ ഭാരത സംസ്കാരത്തിൻ്റെ പവർ അതാണ്ട്. നമ്മളിവിടെ ഉണ്ടാക്കി വെച്ച സാധനങ്ങളല്ലാണ്ട് പുറത്തുനിന്ന് ആരും ഒന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. ഇവിടെ നിന്ന് അടിച്ചുകൊണ്ട് പോയ സാധനങ്ങളൊക്കെ തന്നെ ഉള്ളൂ. ഏതൊരിടത്തിൽ അനൂപേട്ടൻ പറയുന്ന പോലെ നമ്മുടെ രാജ്ഞിമാരുടെ കൊലുസും മൂക്കുത്തിയൊക്കെ അവിടെ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഇവിടെ നിന്ന് കൊണ്ടാണ് ഐഡിയ ഉള്ളൂ എന്ന് അവിടെ അതുള്ളൂ അങ്ങനെ പറയുന്നത്. നമ്മളിപ്പോൾ ഈ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ കാര്യം പറഞ്ഞു വന്നപ്പോഴത്തേക്കും ഇപ്പോൾ ഓർമ്മയുള്ള മനുഷ്യരെ കുറിച്ചൊക്കെ എൻ്റെ ഇടയിൽ ഇങ്ങനെ പറഞ്ഞു പോയല്ലോ. അപ്പോൾ ഷാഫിക്ക ഭയങ്കരമായിട്ട് സ്വാധീനിച്ചിട്ടൊരാളാണ്. ഞാനതിനെക്കുറിച്ച് ഇപ്പോൾ സിനിമ നായകനായി അങ്ങനെയൊക്കെ പറയുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾ തമ്മിലുള്ളൊരു വലിയൊരു ആത്മബന്ധവും നിങ്ങൾ തമ്മിൽ പ്രോജക്റ്റുകൾ തുടങ്ങുന്നതിന് മുമ്പേ നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്ന രീതിയൊക്കെ ഉണ്ടാവും. അപ്പോൾ ബ്രോയുടെ കയ്യിൽ നിന്ന് തന്നെ അത് കേൾക്കണം. ഞാനിങ്ങനെ അതിൽ വന്നില്ല ഇങ്ങനെ വന്നില്ല എന്ന് ചോദിക്കുന്നതിനേക്കാളും ബ്രോ തന്നെ പറയും. നിങ്ങളൊരു സാറിൻ്റെ ഏറ്റവും ഇവിടുത്തെ സൂപ്പർ സ്റ്റാറുകളൊക്കെ വെച്ച് ഹിറ്റടിച്ച ആളല്ലേ. എപ്പോഴും അദ്ദേഹത്തിൻ്റെ ആ പടങ്ങളുടെ കാര്യങ്ങളാണ് എല്ലാവരും പറയുക. പക്ഷേ ഞാനിപ്പോഴും പറയുന്നു, അദ്ദേഹം ചെയ്തൊരു പുണ്യവും ഏറ്റവും നല്ല പടവും, ഏറ്റവും നല്ല പടം ഞാൻ അവകാശപ്പെടുന്നില്ല, പക്ഷേ എന്നാൽ പോലും പ്രകീർത്തിക്കേണ്ട ഒരു സിനിമയാണ് ബോംബ് കഥ. അത് വേറെ ഒന്നും കൊണ്ടല്ല, മറ്റേതെല്ലാം ആർട്ടിസ്റ്റുകൾ സൂപ്പർ സ്റ്റാറുകളാണ്. ഇത് എന്നെപ്പോലത്തെ ഒരാളെ വെച്ച് പടം എടുക്കാൻ തീരുമാനിച്ച പുള്ളിയുടെ മനസ്സുണ്ടല്ലോ, അതിനാണ് നമുക്ക് പ്രാധാന്യം. അതാണ് ഏറ്റവും വലിയ ഹിറ്റ് ബ്ലോക്ക് ബസ്റ്റർ. അങ്ങനെ ഒരു ചിന്തയ്ക്കാണ് ഞാൻ പറയുന്നത്. ആ ബന്ധം തന്നെയാണ് ഞങ്ങൾ സാറായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഒരുപാട് പ്രൊജക്റ്റുകൾ. ആകെയുള്ള വിഷമം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എഴുതിയ തിരക്കഥയിൽ അദ്ദേഹത്തിനൊരു പടം ചെയ്യണമെന്നുള്ള ആഗ്രഹം പ്രകാരം ഞങ്ങൾ ഒരു പരിപാടി എഴുതി, ലാലേട്ടന് വേണ്ടി ഒരു പരിപാടി എഴുതിയായിരുന്നു. അത് ലാസ്റ്റ് എത്തിയപ്പോൾ നടപടിയായില്ല. അത് കഴിഞ്ഞ് ഇപ്പോൾ എഴുതി. അത് ഏകദേശം ഒരു 90% ഓക്കെ ആയിക്കൊണ്ടിരുന്നപ്പോഴാണ് സാറിൻ്റെ പോക്ക്. അപ്പോൾ ആ ഒരു വിഷമം നമ്മുടെ ഉള്ളിലുണ്ട്. പക്ഷേ സാറിന് വേണ്ടി എന്നും നമ്മൾ ഉണ്ടാവും എന്ന് തന്നെയാണ് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും നമ്മൾ സത്യം പറഞ്ഞാൽ പ്രോജക്റ്റ് നമുക്ക് കാണണമായിരുന്നു. ഈ പറഞ്ഞ പോലെ നിങ്ങൾ രണ്ടുപേരും പ്ലസ്. അയ്യോ പിന്നെ ഉറപ്പായിട്ടും അത് ആളുകൾ ആഗ്രഹിച്ചിരുന്ന ഷാഫി പടം തന്നെയായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, A to Z ഹ്യൂമറാണ് ആ സിനിമ. അത് ഒരു വലിയ നഷ്ടമായിപ്പോയി. അല്ല, കൂടുതൽ നമ്മൾ ചോദിക്കുന്നില്ല, കാരണം എനിക്കറിയാം. നമ്മളന്ന് ഒരു ദിവസം സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഈ പറഞ്ഞ പോലെ ഷാഫി സാറിൻ്റെ എന്താ പറയുക നമ്മൾ വിട്ടുപോയ കോളും ഒക്കെ വന്നു. അപ്പം എനിക്കറിയാം ആത്മബന്ധം ഇന്റർവ്യൂ ചെയ്തോണ്ടിരിക്കണ. അതിനെ കുറിച്ച് കൂടുതൽ ചോദിക്കാണ്ട് നമ്മൾ സങ്കടത്തിലേക്ക് എത്തിക്കാണ്ട് നമ്മൾ വേറെ വിഷയത്തിലേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളെ ഒരു കഥാപാത്രം ബ്രോയുടെ കയ്യിലേക്ക് വരികയാണെങ്കിൽ ബ്രോ എങ്ങനെയാണ് അത് പ്രോസസ് ചെയ്ത് ബ്രോ സ്ക്രീനിലേക്ക് കൊണ്ടുവരുന്നതെന്ന് എനിക്ക് അറിഞ്ഞേക്കൊള്ളുന്നുണ്ട്. കാരണം ബ്രോ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഒരു ഗസ്റ്റ് അപ്പിയറൻസിനോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ചെറിയ റോളാണെങ്കിൽ പോലും ഇന്നും ട്രോളുകളിൽ വരുന്ന റോളുകളുണ്ട്. ബ്രോ ഒറ്റ സൈഡിലായിരിക്കും ബ്രോ വന്നിട്ടുണ്ടാവുള്ളൂ. എങ്ങനെയായിരിക്കും ബ്രോ ഒരു റോള് കിട്ടുമ്പോൾ എങ്ങനെയായിരിക്കും പ്രോസസ് ചെയ്യുന്നത്? ചെറിയ റോളുകൾ കിട്ടുമ്പോൾ അത്ര വലിയ എന്ന് വെച്ചാൽ നമുക്ക് എന്താണോ അങ്ങനെ ചെയ്തു പോകുമായിരുന്നു. ഇപ്പം ഗുമസ്തലിൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ 10 മിനിറ്റ് റോളേ ഉള്ളൂ. പക്ഷെ അത് എന്താ പറയുന്ന ജെയ്സ് ജോർജ് എന്ന് പറഞ്ഞ ഹീറോ ഉള്ളപ്പോൾ തന്നെ അത് എൻ്റെ പടം കൂടിയായി മാറി ആ 10 മിനിറ്റ് കൊണ്ട്. അത്
ശരിക്കും ബേസിക്കലി ഞാൻ നേരത്തെ പറഞ്ഞ എമ്പതിയുടെയാണ്. ആ ക്യാരക്ടറിൻ്റെ എന്താണെന്നൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവൻ്റെ മാനസികാവസ്ഥ എന്താണ്. അപ്പം ഗുമസ്തനെ സംബന്ധിച്ചിടത്തോളം അച്ഛൻ്റെ സ്നേഹം കിട്ടാത്തൊരു പയ്യനാണ്. അവനും അച്ഛനും ഭയങ്കര ഇഷ്ടമാണ്. ചാക്കോ മാഷിനെക്കാളും കഷ്ടമുള്ളൊരു അച്ഛനാണ് അതിൽ. മ്യൂസിക്കാണ് അവൻ്റെ അവനും മ്യൂസിക്കിലാണ് അവൻ ജീവിക്കുന്നത് മുഴുവൻ. അതുപോലെ മ്യൂസിക്കും അച്ഛനുമാണ് അവൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾക്കാർ. പക്ഷേ എന്ത് ചെയ്തിട്ടും അച്ഛനെ തിരിച്ച് കിട്ടുന്നില്ല. അപ്പം ഇവന് ആദ്യം അഡ്വാൻസ് കിട്ടുന്ന പൈസ കൊണ്ട് അച്ഛന് കൊടുക്കുമ്പോൾ അച്ഛൻ എനിക്ക് വേണ്ടാന്ന് പറയുമ്പോൾ ഇവനാകെ തകർന്നുകൊണ്ട് ഇങ്ങനെയുള്ള സിറ്റുവേഷനാണ് മൊത്തം നമുക്കുള്ളത്. പിന്നെ ഒരു കൂട്ടുകാരന് ഇതാദ്യം നമ്മളിത് കേട്ട് ഇങ്ങനെ കഥ കേട്ട് കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവൻ ഏത് മീറ്ററിലായിരിക്കണം ഇവൻ്റെ ചിരിയും കളിയൊക്കെ അതിനൊക്കെ ഒരു കണക്ക് വെക്കണമല്ലോ. ബേസിക്കലി ഇത്രേ ഉള്ളൂ. തിയറി ഇതാണ്. നമ്മൾ 3 പേര് ഒരു കൂട്ടുകാർ. ഇതിൽ ഞാൻ അനാഥനാന്ന് വിചാരിക്കുക. എൻ്റെ സ്വഭാവം ഞാൻ ജനിച്ച പോലെ അനാഥനാണ്. നിങ്ങൾ 2 പേരും ഉണ്ട്. നമ്മളോട് എന്തെങ്കിലും എന്ന് പറഞ്ഞ് ഇമ്പ്രൂവൈസ് ചെയ്തോളാൻ പറയണേന്. ആ ഇമ്പ്രൂവൈസ് ചെയ്ത് കഴിയുമ്പോൾ കറക്റ്റ് ക്യാരക്ടർ ഉൾക്കൊണ്ട ആളാണെങ്കിൽ ഞാൻ ചിലപ്പോൾ നിങ്ങളുടെ അച്ഛനെ കയറിയിട്ട് കളിയാക്കണ ഒരു കൗണ്ടർ പറയണമെന്ന് വിചാരിച്ചു. ഒരിക്കലും ആ ക്യാരക്ടർ ഉൾക്കൊണ്ട ആളാണെങ്കിൽ വേറൊരു അച്ഛനെ കളിയാക്കൂല. കാരണം അവൻ അനാഥനാണ്. അവനറിയാം അച്ഛൻ്റെ അമ്മേനെ വേദന. അതാണ് എൻ്റെ തിങ്കിങ്. മനസ്സിലായി. കുഞ്ഞി പ്രോസസ്സാണ് അത്. അപ്പം ഈ ഗുമസ്തലെ ക്യാരക്ടർ അങ്ങനെ ചിന്തിക്കും. അതേപോലെ ബാഡ് ബോയ്സിലെ സത്യത്തിൽ വലിയ ഫുൾ ഫണ്ണായിട്ട് പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ഈ പറഞ്ഞ പോലെ ഐഡിയ ഒന്നും എടുക്കാനായിട്ട് ആ സംഭവം ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എഴുതിയ സാരംഗനോട് വീണ്ടും വീണ്ടും ചോദിക്കും ഇയാളെങ്ങനെ വന്ന് എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഇങ്ങനെ പറയും. അല്ലാതെ ഇത് പിന്നെ മെത്തേഡ് ആക്ടിങ് എന്ന് പറഞ്ഞ പരിപാടിയൊന്നും അല്ല കേട്ടോ. ഇത് അതിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുക, പ്രവർത്തിക്കുക, ബ്രീത്ത് എടുക്കുക, അതൊന്നുമില്ല. ആ സ്പോട്ടിൽ എന്താണ് ഇത് മാത്രമേ ഉള്ളിൽ വെച്ചേക്കും. മനസ്സിലായി. കോമൺ സെൻസ് ക്യാരക്ടർ എന്ത് ചെയ്യണം ഓക്കെ, പിന്നെ നമുക്ക് വരുന്നത് പോലെ വരും. അല്ലാതെ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസോ സമയമെടുക്കലോ കണ്ണുകൊണ്ട് പഠിക്കലോ പരിപാടിയൊന്നും എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുണ്ടാക്കി നല്ലതായിരിക്കും, എനിക്കറിയില്ല. നമ്മളിപ്പോൾ ഈ ഹിറ്റായതിനെ കുറിച്ചും അല്ലെങ്കിൽ നമ്മൾ ചർച്ച ആയതിനെ കുറിച്ചും പറയുന്നതുകൊണ്ട് തന്നെ ചോദിക്കുകയാണ്. ഇടയ്ക്ക് എപ്പോഴൊക്കെയോ സോഷ്യൽ മീഡിയയിൽ വിമർശനങ്ങളും, അതായത് ഈ പറഞ്ഞ പോലെ നമ്മൾ കൂടുതൽ സിനിമയെ ചുറ്റിപ്പറ്റി കുറച്ച് വിമർശനങ്ങളൊക്കെ വന്നിരുന്നു. ഞാൻ ചോദിക്കുന്നത് അതിനെക്കുറിച്ച് പറയാനല്ല, വിമർശനങ്ങൾ വരുമ്പോൾ എങ്ങനെയാണ് ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് എങ്ങനെയാണ് നേരിടുന്നത്? എങ്ങനെയാണ്? ഒന്നുമില്ല. അത് കോമഡി എന്താണെന്ന് വെച്ചാൽ കൂടുതലിൻ്റെ കോസ്റ്റ്യൂമിനെ കുറിച്ചായിരുന്നു കൂടുതൽ കളിയാക്കിയിരുന്നത്. അതിൽ ബേസിക്കലി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫസ്റ്റ് ഹാഫിൽ ഈ ഡ്രസ്സ് കണ്ടപ്പോൾ തന്നെ നമ്മൾ ഡയറക്ടറോടൊക്കെ ചോദിച്ചാണ്. അപ്പം പടം കണ്ടവർ സെക്കൻഡ് ഹാഫ് കഴിഞ്ഞിട്ടുള്ള ശരിക്കും പറഞ്ഞാൽ സെക്കൻഡ് ഹാഫിൽ കിട്ടില്ലാൻ പരിപാടിയാണ് ചെയ്തു വെച്ചേക്കണേ. കൂടുതൽ ഈ പടത്തിലെ നായകൻ തന്നെയാണ് ഇതിലെ വില്ലൻ. അതാണ് ആ പടത്തിൻ്റെ ഏറ്റവും നമ്മളെ ആകർഷിച്ചത്. ഒരു ആർട്ടിസ്റ്റ് നമ്മൾ നോക്കുമ്പോൾ ആ കൊള്ളാല നായകനായിട്ട് നിൽക്കുന്ന ആൾ തന്നെയാണ് ഇൻ്റർവ്യൂലാകുമ്പോൾ ട്വിസ്റ്റ്. പിന്നെ ഫുൾ സൈക്കോത്തരമാണ് ആ പടത്തിൽ മൊത്തം. ഇതാരും കണ്ടിട്ടില്ല. എനിക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്ത പടം അത് ആക്ച്വലി. അപ്പോൾ പിന്നെ അവരാരും കാണാതെ പറയല്ലേ, അത് പറഞ്ഞോട്ടെ. ഇത് ഇങ്ങനെ എടുക്കലും പരിപാടി ഇല്ല കേട്ടോ. ഞാൻ സീരിയസ് ആയിട്ട് ഞാൻ പറഞ്ഞ ആളുകൾ എന്ത് പറഞ്ഞാലും അങ്ങനെ ഭയങ്കരമായിട്ട് എടുക്കണ ആളല്ല ഞാൻ. അങ്ങനെ എടുക്കണേന്ന് ഞാൻ കുഞ്ഞിലേ മുതൽ വരത്തില്ല മുകളിലേക്ക്. ഇതിൻ്റെയൊക്കെ അപ്പുറം ഇതൊക്കെ എന്ത് വിമർശനം, ഇതൊക്കെയാണ് വിമർശനം. ഇതൊക്കെ സ്നേഹം കൊണ്ട് കളിയാക്കണല്ലോ എല്ലാവരും. പിന്നെ ഇതൊരു വേറൊരു കൈൻഡ് ഓഫ് ജോണറാണ്. അത് അവരുടെ എൻ്റർടൈൻമെൻറ്റ് സെക്ഷനാണ്. ഞാൻ ഉബൈദിൻ്റെ ഇത് കണ്ടു. അപ്പോൾ ഉബൈദിൻ്റെ ഇത് ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് തൊട്ട് മുമ്പ് ആരെയാണ് ഏറ്റവും കൂടുതൽ കളിയാക്കിയിട്ടേക്കണം? ഫഹദിനെ. ആടുമുതിര ചാടുമുതിരയിൽ അത്രയും വലിയ ഇന്ത്യയിലെ ലോകത്തിലെ മികച്ച നടനെന്ന് പറയുന്ന ആളെ കളിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊരു കൈൻഡ് ഓഫ് എൻ്റർടൈനർ ആണ്. അത് അവരുടെ ക്രിയേറ്റിവിറ്റി ഏരിയയാണ്. അതങ്ങനെ സൈഡിൽ കൂടി പൊക്കോളും. അല്ലാതെയുള്ള ഒന്നുമില്ല. പിന്നെ വിമർശനങ്ങളെ ഏതൊക്കെ എടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൽത്തി ആയിട്ടുള്ളത് നമുക്ക് തന്നെ ഫീൽ ചെയ്യുമല്ലോ. ഞാനും ചോറ് തന്നെയാണ് തിന്നണത് ആക്ച്വലി. അവരും അതെ. 2 പേരും ചോറ്. വേറൊരാൾ നമ്മളോട് പറഞ്ഞേടാ ഇതൊന്ന് നോട്ട് ചെയ്തേക്കണേട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശരി എന്ന് പറഞ്ഞിട്ട് നമ്മളൊന്ന് ആലോചിച്ച് നോക്കും. നോട്ട് ചെയ്യേണ്ടതാണെങ്കിൽ നോട്ട് ചെയ്യും. അത്രേ ഉള്ളൂ. നമ്മൾ ഈ ബന്ധങ്ങളുടെ കാര്യം പറയുമ്പോഴത്തേക്കും നമുക്ക് നൗഫലിക്കാട് BC നൗഫലിക്കാടെ കാര്യം കൂടി പറയണം. കാരണം ഇപ്പം എന്താ പറഞ്ഞപ്പോൾ സിനിമ കൂടാതെ നിങ്ങൾ പ്രവർത്തിച്ച TV ഷോസും ഒരുപാടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് നൗഫലിക്കയുമായിട്ടുള്ള ബന്ധമൊക്കെ എങ്ങനെ തുടങ്ങുന്നത്? നൗഫലിക്കയായിട്ട് ബന്ധം 17-18 വയസ്സായതുകൊണ്ടായി. ഡിഗ്രി ലാസ്റ്റ് സമയത്തായതുകൊണ്ടാണ് ഇന്ത്യ.
പുള്ളി രസികരാജ ഞാനപ്പോൾ അതിന് മുമ്പേ എഴുതി തുടങ്ങിയിരുന്നു. രസികരാജയിൽ ബൈജു ചേട്ടൻ്റെയും ബാബു ചേട്ടൻ്റെയും എൻട്രി എഴുതിയത്. അങ്ങനെയാണ് ഞാൻ നൗഫലിക്കായിട്ട് കണക്ട് ആവുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു ആ 17-18 വയസ്സ് തുടങ്ങിയിട്ട് 25 വയസ്സ് വരെയൊക്കെ പുള്ളിക്ക് വേണ്ടി എഴുതുമായിരുന്നു. പിന്നെ കണ്ടിന്യൂസ് നൗഫലിക്കാണ് ഞങ്ങൾ സിനിമയിൽ വരാനുള്ള യഥാർത്ഥ കാരണക്കാരൻ. കാരണം നൗഫലിക്കാണ് എന്നോട് ആദ്യമായിട്ടൊരു സിനിമ എഴുതുമെന്ന് പറയുന്നത്. നൗഫലിക്കക്ക് മുമ്പ് ഒരു നാസർക്ക എന്ന് പറഞ്ഞ പുള്ളി എന്നെ വിഷ്ണുവും വെച്ചിട്ട് ഞങ്ങൾ ഒരുമിച്ച് എഴുതിയായിരുന്നു. പക്ഷെ അത് നടന്നില്ല. പക്ഷെ അമർ അക്ബർ അന്തോണിക്ക് കാരണക്കാരൻ നൗഫലിക്ക. നൗഫലിക്കക്ക് വേണ്ടി എഴുതിയ കഥയാണ് അമർ അക്ബർ അന്തോണി. കട്ടപ്പുറത്തേക്ക് പക്ഷെ നൗഫലിക്കക്ക് വേണ്ടി എഴുതുക. അത് 2 സ്കിപ്പായി പോയി. അതുകൊണ്ടാണ് യമണ്ടൻ പ്രേമത പുള്ളിയിലേക്ക് എത്തിയത്. അത് ഞങ്ങളുടെ ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഭാഗമാണ്. അല്ല, ചോദ്യങ്ങളൊക്കെ ഈ പറഞ്ഞ പോലെ നമ്മൾ സംസാരിക്കുന്നൊക്കെ ഇങ്ങനെ ഒരു മാലയിൽ കോർത്ത പോലെ മുത്തുപോലെ ഇങ്ങനെയല്ലേ എല്ലാവരുമായിട്ട് കണക്ട് ചെയ്ത് തന്നില്ല. അത് കൊള്ളാം. ബ്രോയെ കുറിച്ച് കുറെ പേർക്കൊന്നും അറിയില്ലാത്തൊരു കാര്യമാണ് ബ്രോ സിനിമ കാണുന്നത് ഭയങ്കര സീരിയസ് ആയിട്ട് സിനിമ കാണുന്ന ഒരാളാണെന്ന്. എനിക്ക് തോന്നുന്നു അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാനാണ് ഇവിടെ സ്ക്രിപ്റ്റ് എഴുതിയത് കേട്ടോ എന്ന് പറഞ്ഞു നടക്കാത്ത പോലെ ഞാൻ സിനിമ കാണും എന്നും ബ്രോ പറഞ്ഞു നടക്കാറില്ല. അപ്പൊ ആ ഒരു സിനിമ മോഹി അല്ലെങ്കിൽ ആ ഒരു അത്രയും സിനിമ കാണുന്ന ഒരാളെ കുറിച്ച് പറയുക, എങ്ങനെയാണ് ഇത്രത്തോളം സിനിമയോടുള്ള താല്പര്യം തുടങ്ങിയത്? പിന്നെ എന്തൊക്കെ തരത്തിലുള്ള സിനിമകളാണ് കൂടുതൽ കാണുന്നത്? വീട്ടിലെ ഹോം തിയേറ്ററിന്റെ കഥ അത് വെളിപ്പെടുത്താൻ പറയുമെങ്കിൽ അതും പറയാം. അല്ല, സിനിമകളിൽ ഇത്രേ ഉള്ളൂ. ഡോക്ടർ ആവണമെങ്കിൽ ഇപ്പോൾ 5 കൊല്ലം MBBS പഠിക്കാനുള്ള ബുക്കുകളും കാര്യങ്ങളും ഉണ്ട്, റഫറുണ്ട്. വക്കീലാവണമെങ്കിലും ഉണ്ട്, എഞ്ചിനീയറിംഗിലും ഉണ്ട്. ലോകത്തെ എന്ത് ജോലിക്കും അതിൻ്റെതായ പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ വേണം. സിനിമയുടെ പഠന ബുക്ക് എന്ന് പറഞ്ഞാൽ സിനിമയാണ്, വേറെ ഒന്നുമില്ല. ഇത് കാണുക എന്നുള്ളതേ ഉള്ളൂ. പരമാവധി കാണുക. ഒരു ദിവസം ഇങ്ങനെ കാണാനുള്ള ശ്രമം നടത്തും. തിയേറ്ററിലും പോയിട്ട് കാണാമല്ലോ. ഇപ്പം ഞാൻ പക്ഷേ സർവ്വമായ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. സർവ്വമായ എല്ലാവരും ഗംഭീരം പരിപാടി പറയാനുണ്ട്. പടം ഇത്രയും വലിയ ഹിറ്റായല്ലോ. അത് കാണാൻ പറ്റാന്ന് വെച്ചാൽ ഈ ശുക്രൻ്റെ പ്രൊമോഷൻ നടക്കണോണ്ടാ. എനിക്ക് ഈ പടങ്ങളുടെ ഇത് ടെൻഷൻ വന്നാൽ പിന്നെ പ്രൊമോഷൻ ടെൻഷൻ വന്നാൽ പിന്നെ അതിൻ്റെ പുറകെ ഇരിക്കും ഞാൻ. പക്ഷേ ലാസ്റ്റ് കണ്ടേതാ ദുരന്തരാന്ന് തോന്നുന്നു. പിന്നെ ഹോം തിയേറ്ററിൽ മിക്ക ദിവസം ഇപ്പം ഇന്ന് രാവിലെ കഴിഞ്ഞ ഒരാഴ്ച മൊത്തം ഷോലയാണ് ഭാഗങ്ങളായിട്ട് കണ്ടുകൊണ്ടിരുന്നത്. ഷൂട്ട് കഴിഞ്ഞിട്ട് നേരെ വന്നിട്ട് ഭക്ഷണം കഴിക്കുന്ന ടൈമിൽ ഇരുന്ന് ഷോല കാണും. ഷോലെ നമ്മളെല്ലാവരും, അതായത് എൻ്റർടൈനർ എഴുതുന്ന എല്ലാ റൈറ്റേഴ്സും പഠിച്ചു വെക്കേണ്ട ഒരു സിനിമയാണ് ഷോലെ. സ്റ്റാർ കാസ്റ്റ്, കഥ, പ്ലോട്ട്, ആക്ഷൻ, മ്യൂസിക്. കഥാ പ്ലോട്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമറുണ്ട്. അതും ഹ്യൂമർ ചെയ്യിപ്പിച്ചേക്കുന്നത് അത്രയും ബാസുള്ള അമിതാഭ് ബച്ചനെ കൊണ്ടാണ്. അമിതാഭ് ബച്ചനാണെങ്കിൽ അതിൽ ഒരു കൗണ്ടർ പോലും കോമഡിക്ക് വേണ്ടി പറയുന്നില്ല. വളരെ സീരിയസ് ആയിട്ട് പറയുന്ന ഒരു ഏരിയ. ബിഗ് ബിയിൽ മമ്മൂക്ക തമാശ പറയില്ല, അതേപോലെ ഇരിക്കും. അത് ഹ്യൂമർ. ധർമ്മേന്ദ്ര ഹേമമാലിനി ലവ്, അമിതാഭ് ബച്ചനും വിധവയായിട്ടുള്ള ലവ്. അവ ലവായി 2, ഹ്യൂമറായി, എൻ്റർടൈൻമെൻറ്റ്, റിവഞ്ച്, ആക്ഷൻ, ഫ്രണ്ട്ഷിപ്പ്. ഇവർ മരിച്ചു കഴിയുമ്പോഴുള്ള ഫ്രണ്ട്ഷിപ്പ്. ഇനി ഈ ഏരിയയിൽ, ഇപ്പുറത്തെ ഏരിയയിൽ അംജിത്ത് ഖാൻ മാത്രം ഒരു എൻ്റർടൈനർ, വലിയ പുലി. അങ്ങനെ ഏറ്റവും സെഡ് എടുത്തു വെച്ചാൽ 3 മണിക്കൂറിന് മുകളിലുള്ള സിനിമ ഒരു ഡയലോഗ് പോലും കളയാനില്ലാതെ കാണാൻ പറ്റുന്നില്ല. ഭയങ്കര പടം. ഈ ടെലിവിഷൻ സ്കിറ്റുകൾ എഴുതിക്കൊണ്ടിരുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് ഞാൻ ചോദിക്കുകയാണ്, നമ്മൾ സ്കിറ്റുകളൊക്കെ ഒരു കാലത്ത് കുറച്ചൊക്കെ പ്രശ്നമായിരുന്നു. നമ്മൾ എന്താ പറയുക, ഡബിൾ മീനിങ് തമാശകൾ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ബോഡി ഷെയ്മിങ് ആണെന്ന് നമുക്ക് മനസ്സിലായി വന്ന കാലത്ത് പോലും ബോഡി ഷെയിം ചെയ്തുകൊണ്ട് തമാശകൾ വീണ്ടും വന്നു തുടങ്ങി. ആദ്യം നമുക്ക് അറിയില്ലായിരുന്നു അതാണെന്ന്, അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരുന്നില്ല എന്ന് പറയാം. അപ്പോൾ അതിൽ നിന്നൊക്കെ ഇപ്പോൾ നല്ല ഒരു വ്യത്യാസം ഉണ്ട് എന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതിനെങ്ങനെ നോക്കുകയാണെന്ന്, ഇപ്പോൾ ആ ഒരു വ്യത്യാസം ഉണ്ടോ ഇല്ലയോ എനിക്ക് തോന്നുന്നു. അതിലൊക്കെ ഇപ്പം ഞാനും ചെയ്തിട്ടുണ്ടാവില്ലേ ബ്രോ. നമ്മൾ സ്കിറ്റ് എഴുതുന്ന സമയത്ത് അന്ന് ചിരിപ്പിക്കുക എന്നുള്ളതല്ലാതെ വേറെ ഒരു ചിന്തയില്ലല്ലോ. അപ്പം അന്ന് ഞാൻ ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ മാർഗംകളിയിലൊക്കെ ഞാൻ എഴുതിയിട്ടില്ലേ, മറ്റേ ബിനു തൃക്കാക്കരക്ക്. അപ്പം എൻ്റെ അന്നത്തെ ഉദ്ദേശം എന്താണ്, എൻ്റെ ഒരു കൂട്ടുകാരൻ, അവനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം. അതിനുവേണ്ടി ഉണ്ടാക്കി എഴുതിയ ഡയലോഗാണ് അപമാനിച്ച് കഴിഞ്ഞെങ്കിൽ പൊക്കോട്ടെ. ഇന്ന് ലോകം മുഴുവൻ അത് എനിക്ക് തോന്നുന്നത് ഒരു ദിവസം ആരെങ്കിലൊക്കെ ആയിട്ട് നമ്മൾ പറഞ്ഞ് കേൾക്കുന്നുണ്ടാവും അല്ലേ, അപമാനിച്ച് കഴിഞ്ഞെങ്കിൽ പൊക്കോട്ടെ. അത് അവനെ രക്ഷപ്പെടുത്താൻ വേണ്ടി എഴുതിയതാണ്, അല്ലാതെ അവനെ വേദന. അവനും അറിയാം, അവനും കുഴപ്പമില്ല, എഴുതിയാലും കുഴപ്പമില്ല, അവൻ അതുകൊണ്ട് രക്ഷപ്പെടുകയും ചെയ്ത്. ഞാൻ പറഞ്ഞ പോയിന്റ് കിട്ടിയ മനസ്സിലായി. ബോഡി ഷെയ്മിങ്ങിൻ്റെ കാര്യത്തിൽ ഇപ്പോഴത്തെ എല്ലാം മാറിയല്ലോ. എന്നാലും ഞാൻ എൻ്റെ ഒരു തിയറി, എൻ്റെ ഒരു ചിന്ത ഇങ്ങനെയാണ്, ബോഡി ഷെയ്മിങ്ങും കളിയാക്കലുകളും അപവാദങ്ങളും കുറ്റപ്പെടുത്തലുകളും എല്ലാം
ഇനിയും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. നമ്മളിത് ഒഴിവാക്കാൻ ശ്രമിക്കാം, ഒരു തലമുറ ശ്രമിച്ച് നടന്നാൽ നല്ലത്. പക്ഷേ നേരിടാൻ പഠിക്കേണ്ടതാണ് നമുക്ക് വേണ്ടത്. ഇങ്ങനെ നിൽക്കുക, തിരിച്ചൊരെണ്ണം പറയുക എന്നുള്ളതാണ് ശരിക്കും പഠിക്കേണ്ടത്. കാരണം ഈ ലോകം നമ്മളെ വെറുതെ വിടാനൊന്നും പോണില്ല. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, എന്നെ കുറ്റം പറയൽ മറ്റുള്ളവർ പറയും, എന്തെങ്കിലും പറയും, കുറ്റം പറയും, ലോകം പറയും. പക്ഷേ ഈ കുറ്റം പറയുന്ന ആളുകളുടെ വലിപ്പം കൂട്ടലേ നമുക്ക് ചെയ്യാനുള്ളൂ. അതായത് ഇപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്ത് നമ്മൾ നേരത്തെ ഉണ്ടായിരുന്നപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കുഞ്ഞപ്പഞ്ഞാണ്ടും മറ്റവരൊക്കെയാണ് നമ്മളെ കുറ്റം പറഞ്ഞിരുന്നെങ്കിൽ, ഇന്നിപ്പോൾ നമ്മളെ പറയണത് മലയാള ഇൻഡസ്ട്രിയിൽ ആരെങ്കിലും ആയിരിക്കും. നാളെ പറയേണ്ടത് അമിതാഭ് ബച്ചനൊക്കെ പറയണം. അത് കഴിഞ്ഞ് പറയണം മറ്റേ ഡിക്കാപ്രിയോ ഒക്കെ, ബിബിനൊക്കെ എന്താ ഇങ്ങനെയാന്നൊക്കെ. അങ്ങനെ കുറ്റം പറയുന്ന ആളുകളുടെ വലിപ്പം കൂട്ടുക, അതേ ഉള്ളൂ നമുക്ക് ചെയ്യാൻ. ആര് വേണേലും എന്ത് വേണേലും എന്തായാലും പറയൂന്ന്. ഞാൻ പറയുന്ന കുറ്റം വിട്ടിട്ടുള്ള ആരെയും ഈ ലോകം വെറുതെ വിട്ടേക്ക്. സത്യം. മുഹമ്മദ് നബീനെ വെറുതെ വിട്ടിട്ടുണ്ടാ, യേശുക്രിസ്തുവിനെ വിട്ടിട്ടുണ്ടാ, കൃഷ്ണനെ വിട്ടിട്ടുണ്ടാ? ആരെ വിട്ടേക്കുന്ന ലോകം? എത്ര നല്ലവനായാലും ഒരു സൈഡിൽ കൂടി ശത്രുക്കൾ ഉണ്ടാവില്ലേ? അപ്പോൾ ആ ശത്രുക്കള് വലിപ്പം കൂട്ടുക, അതേ വഴി. വലിയ വലിയ ശത്രുക്കളെ ഉണ്ടാക്കുക അല്ലേ? സൂപ്പർ. തിരിച്ച് നമ്മൾ ശുക്രൻ സിനിമയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ, ശുക്രൻ സിനിമയുടെ കാസ്റ്റ് ഭയങ്കര ഗംഭീരമാണ്. ഷൈനേട്ടനുണ്ട്, നസീറൊക്കെ ഉണ്ട്, ആസീസൊക്കെ ഉണ്ട്, ചന്തുനാഥ് ഉണ്ട്, ആദ്യപ്രസാദ്, അങ്ങനെ ഒരുപാട്, മാല പാർവതി, ഒരുപാട് ആർട്ടിസ്റ്റുണ്ട്. അപ്പോൾ അതിൻ്റെ നമുക്ക് എന്താ പറയുക, ആ സിനിമയുടെ എന്തെങ്കിലും നമ്മൾ ആ സിനിമ കാണാൻ കൊതിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ നമ്മൾ ആ സിനിമയുടെ റിലീസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് നേരത്തെ പറഞ്ഞ പോലെയാണ്. ആ സിനിമയിൽ റൊമാൻസ് ഉണ്ട്, കുറച്ച് ഹ്യൂമറുണ്ട്, കുറച്ച് പൊടിക്ക് ഹ്യൂമർ ഒരുപാടുള്ള പടമല്ല, ത്രില്ലറാണ്, ഫൈറ്റുണ്ട്, പാട്ടുണ്ട്, പിന്നെ ഒരു ഫാമിലിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാവുന്ന രീതിയിലുള്ള അത്യാവശ്യം സെൻറ്റിമെൻറ്റ്സും ഉണ്ട്. അതാണ് ആ പടത്തിൻ്റെ എല്ലാം കൊണ്ട് ഒരു കംപ്ലീറ്റ് പാക്കേജാണ്, ഫാമിലി പാക്കേജാണ് ആ സിനിമ. സൂപ്പർ. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ തൽക്കാലത്തേക്ക് ഇവിടെ വെച്ചൊരു പോസ് ഇടാണ്. നമ്മൾ തമ്മിൽ ഇനിയും സംസാരിക്കും, ഇനിയും എത്രയോ കാര്യങ്ങൾ ചോദിക്കണം. നമ്മൾ പണ്ട് ചോദിച്ചിരിക്കുന്ന പല കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് ഒഴിവാക്കി വിട്ടിട്ടുണ്ട്, ചോദിക്കാൻ വിട്ടിട്ടുണ്ട്. അതെ, വിഷ്ണുവിനെ പറ്റി ചോദിക്കാഞ്ഞത് ഈ ഇൻ്റർവ്യൂവിലെ ഏറ്റവും മികച്ച. എനിക്കും വിഷ്ണുവിനും പറഞ്ഞു, അവനും എന്നോട് എടാ, എല്ലാ ഇൻ്റർവ്യൂവിലും നമ്മൾ തമ്മിലുള്ള കൂട്ടി ഇതിപ്പോൾ ഒരേ അഭിപ്രായം തന്നെയാണ്. ഇപ്പം കാരണം നടന്നത് ഒരേ ഇൻസിഡൻറ്റുകളാണല്ലോ, ഞങ്ങൾക്ക് അതേ പറയാനുള്ളൂ. അല്ലാണ്ട് ഇപ്പം കാക്കനാട് നിലമ്പഞ്ഞി മുകളിൽ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ അവനെ കാണുന്നത്, 6ാം ക്ലാസ് വെച്ച്. ഇതാണല്ലോ എല്ലായിടത്തും പറയാനുള്ളൂ. അല്ലാണ്ട് എനിക്ക് ഒരു ഇന്റർവ്യൂവിൽ ഇല്ല, ഞാൻ ഓസ്ട്രേലിയയിലെ വാങ്കഡ സ്റ്റേഡിയത്തിൽ വെച്ച് അവനെ കണ്ടെന്ന്. ഞങ്ങൾ പണ്ട് MCG-യിൽ ഒന്ന് ടെസ്റ്റ് കളിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞങ്ങൾ സിഡ്നിയിൽ എന്ന് പറയാൻ പറ്റില്ല, അത് എന്നല്ലേ പറയണ്ടേ, ഇത് കേട്ടിട്ട് ഇവന്മാർക്ക് വേറെ പണിയില്ല, അതുകൊണ്ടാണ് ഒഴിവാക്കിയത്. നന്നായി. സൂപ്പർ. അപ്പം എന്തായാലും എനിക്ക് ഒരു കാര്യം കൂടി ബ്രോയോട് പറയാനുണ്ട്. അതായത് നമ്മൾ സലീമേട്ടൻ്റെ വണ്ടിയിൽ പുറകിൽ കയറി വന്നിട്ട് ആ പോലീസ് സ്റ്റേഷനിലേക്ക് ബോംബ് എറിഞ്ഞിട്ട് പറയുന്ന ഡയലോഗ് ഉണ്ടല്ലോ, ആ ഡയലോഗ് തന്നെയാണ് മുന്നോട്ട് പോകേണ്ടത്. കലക്കട്ടെ, അടിച്ചു പൊളിക്കട്ടെ, ആ ഡയലോഗ് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാന്നാണ്. ഒരു ബോസ് ആ ഡയലോഗ്, ബോസ് വണ്ടി വിട് ബോസ്, ഇല്ലെങ്കിൽ നമ്മളെ പോലീസ് പോക്കും ബോസ്, ഭാരത് മാതാ കീ ജയ്. സത്യം. അതായത് വണ്ടി വിട്, കലക്കനാവട്ടെ. അപ്പോൾ ഒരുപാട് സന്തോഷം. താങ്ക് യു. ഓക്കെ.